പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിസാർ വേൾഡ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രവാസികൾ പലപ്പോഴും തന്നെ ഒരുപാട് പ്രശ്നങ്ങളാൽ അകപ്പെട്ടിരിക്കുന്നവരാണ്. പലപ്പോഴും സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടെങ്കിലും നാടുമൊക്കെ ആയിട്ട് വിട്ടുമാറിക്കൊണ്ടുള്ള അത്തരമൊരവസ്ഥ. സാമ്പത്തികമില്ലാത്തവരെ സംബന്ധിച്ചാണെങ്കിൽ സമ്പത്തുമില്ല, വീടുമായിട്ടും നമ്മുടെ നാട്ടുമായിട്ടും ബന്ധമില്ല, അങ്ങനെയുള്ള ഒരുപാട് പ്രാരാബ്ദങ്ങൾക്കിടയിലുള്ള ഒരു ജീവിതം തന്നെയാണ് പ്രത്യേകിച്ച് പ്രവാസികളുടേത്. ഇത്തരമൊരവസ്ഥയിൽ പലപ്പോഴും തന്നെ പലർക്കും പല രീതിയിലുള്ള നഷ്ടങ്ങളൊക്കെ സംഭവിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആരോഗ്യ മേഖലയിൽ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്നും ചിലപ്പോഴൊക്കെ കരകയറി വരാൻ ചിലർക്കൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിലും സാധാരണ രീതിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക്, ചെറിയ സാലറിയിലൊക്കെ ജീവിക്കുന്ന പ്രവാസികൾക്ക് പലപ്പോഴും പല അസുഖങ്ങളൊക്കെ വന്ന് അല്ലെങ്കിൽ മറ്റു അപകടങ്ങളൊക്കെ വന്ന് ഒരുപാട് പ്രയാസങ്ങളിൽ പെട്ട് കഴിയുന്നവരായിരിക്കാം. ഇത്തരമൊരു അവസ്ഥയിൽ നിന്നും ചെറിയൊരു ആശ്വാസമായിക്കൊണ്ട് പ്രവാസികൾക്ക് അവരുടേതായ പ്രവാസികൾക്കായിട്ടുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതി നിലവിൽ വരികയാണ്. അടുത്ത വരുന്ന 2025 സെപ്റ്റംബർ 22 ഇത് വിഭാവനം ചെയ്യപ്പെടുകയാണ്. ഇതിൻ്റെ പ്രാരബ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പലപ്പോഴും പലർക്കാരും ചിന്തിക്കും, ഞങ്ങൾക്കെന്തിനാണ് ഇതിലൊരു പെൻഷൻ്റെ ആവശ്യം? ചിലപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും, ഞങ്ങൾക്ക് നല്ല ജോലിയൊക്കെ ഉണ്ട്, നല്ല ശമ്പളമൊക്കെ ഉണ്ട്, പിന്നെ ഇതിൻ്റെ ഇൻഷുറൻസിൻ്റെ ആവശ്യമില്ല എന്ന്. അതല്ലെങ്കിൽ മറ്റുള്ളവർ വിചാരിക്കും, ഞങ്ങൾക്ക് നല്ല ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, ഇതിൻ്റെ ആവശ്യമില്ല എന്ന്. അതുമല്ലെങ്കിൽ സാധാരണ ജോലിക്കാരും ചിലപ്പോൾ ചിന്തിച്ചിരിക്കാം. എന്നാൽ നമ്മൾ പ്രവാസികൾക്ക് വേണ്ടി പലതും വേണമെന്നൊക്കെ പലപ്പോഴും ഘോരഘോരം ശബ്ദിക്കുന്നുണ്ടെങ്കിൽ അത്തരം ശബ്ദത്തിൻ്റെയൊക്കെ ഒരു ഫലം തന്നെയാണ് ഇത്തരത്തിലുള്ള ചില പദ്ധതികൾ. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ ഒക്കെ പ്രവാസികളൊക്കെ തന്നെ പല രീതിയിലുള്ള പണം തന്നെ ഉപയോഗിച്ചിട്ട് പ്രവാസികൾക്കായിട്ട് തന്നെ ഇത്തരം ക്ഷേമപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് ഏറ്റെടുക്കേണ്ടത് നമ്മുടെ ബാധ്യത മാത്രമല്ല, നമ്മുടെ ഒരു കർത്തവ്യം കൂടിയാണ്. കാരണം നമ്മുടെയൊക്കെ പൈസ കൊണ്ട് തന്നെയാണ് ഇത്തരം ക്ഷേമപ്രവർത്തനങ്ങളൊക്കെ നിലവിൽ വരുന്നത്. അപ്പം അത് നാം ഉപയോഗിച്ചേ മതിയാവും. അത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വിഡ്ഢികളാകുമെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. പലപ്പോഴും നല്ല സാലറി അല്ലെങ്കിൽ നല്ല സമ്പത്തൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതൊക്കെ ഇല്ലാതാകാനൊക്കെ വളരെ നിമിഷങ്ങൾ മാത്രം മതി. പിന്നീട് നമ്മൾ ഇതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഈ ഒരു പദ്ധതിയിൽ അംഗമാകണമെന്നാണ് പറയാനുള്ളത്. ഈ ഒരു പദ്ധതിയെ 2-3 ഘട്ടങ്ങളായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 22 വരെയാണ് സാധാരണ നിലവിൽ പ്രവാസികളായി നോർക്ക കാർഡ് ഉള്ളവർക്ക് ഇതിൻ്റെ ഒരു അവസരം ലഭിക്കുന്നത്. ഇത്തരം ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകാൻ എല്ലാ പ്രവാസികളും തന്നെ നോർക്ക കാർഡ് നിർബന്ധമാണ്. ഇത്തരം ഒരു നോർക്ക കാർഡ് എടുക്കാത്തവർ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മറ്റ് സ്ഥാപനങ്ങളിലൂടെയും അതല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഓൺലൈനിലൂടെയും ഈ ഒരു നോർക്ക കാർഡ് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. ഓൺലൈൻ വഴി ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 1-2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ നമുക്ക് അതിൻ്റെ ഓൺലൈനായിട്ടുള്ള ഈ കാർഡും അതിനുശേഷം നമ്മൾ വീട്ടിലെ അഡ്രസ്സാണ്, എവിടെയാണ് അഡ്രസ്സ് കൊടുക്കുന്നത്, വീട്ടിലെ ആ അഡ്രസ്സിലേക്ക് അതിൻ്റെ ഒറിജിനലായിട്ടുള്ള ഫിസിക്കൽ കാർഡ് നമുക്ക് കിട്ടുന്നതാണ്. അതിനുശേഷമാണ് ഇത്തരമൊരു ഇൻഷുറൻസ് പദ്ധതിയിൽ നമുക്ക് അംഗമാകാൻ സാധിക്കുക. മറ്റുള്ള ഇൻഷുറൻസൊക്കെ വ്യത്യസ്തമായിട്ടുള്ള 2-3 പ്രത്യേകതകൾ ഇതിനുണ്ട്. ആദ്യം ഇതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയാം. ഇതിൻ്റെ പ്രത്യേകിച്ചുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ആർക്കും തന്നെ ഇതിൽ അംഗമാകാം എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു പദ്ധതി കുടുംബമായിട്ടും തന്നെയും അതല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഒരാൾക്കുമായിട്ടും ഇതിൽ അംഗമാകാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു വൈഫ്, ഒരു ഹസ്ബൻഡ്, 2 മക്കൾ എന്ന രീതിയിലാണ്. അതിൽ കൂടുതൽ മക്കളുണ്ടെങ്കിൽ അവർക്ക് എക്സ്ട്രാ ഒരു വേറെ ചെറിയൊരു പ്രീമിയത്തിൽ ചെറിയൊരു വർധന വന്നിട്ട് എക്സ്ട്രാ ആയിട്ടുള്ള കുട്ടികൾക്ക് അങ്ങനെയും ഇതിൽ ചേർക്കാൻ പറ്റുന്നതാണ്. അതാണ് ഈ പ്രായപരിധിയുടെ ഒരു പ്രത്യേകത. മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ അസുഖങ്ങളില്ലാത്തവർ ചിലപ്പോൾ വളരെ വിരളമായിരിക്കും. ഏതെങ്കിലും രീതിയിലൊക്കെ ചിലപ്പം പ്രായഭേദമന്യേ അസുഖങ്ങൾ വരാറുണ്ട്. എന്നാൽ
മറ്റുള്ള ഇൻഷുറൻസിൻ്റെ വ്യത്യസ്തമായിട്ടുകൊണ്ട് ഇതിൽ ഒരു അസുഖത്തിനെയും ഇതിൽ തന്നെ പ്രത്യേകിച്ച് ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ തന്നെ ആർക്കും ഏത് അസുഖക്കാർക്കും ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകും എന്നുള്ളതാണ്. പ്രത്യേക ടെസ്റ്റോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ എന്തെങ്കിലും റിസൾട്ടോ ഒന്നും തന്നെ വേണ്ടതില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കാണുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം എന്നുള്ളത്, ഇതിന് ഏതെങ്കിലും മുൻകാലത്തിലുള്ള ഏതെങ്കിലും രോഗങ്ങൾക്ക് ഉള്ള വെയിറ്റിംഗ് പീരീഡോ അങ്ങനെയൊന്നും തന്നെ ഈ ഒരു ഇൻഷുറൻസ് പദ്ധതി ഇല്ല എന്നുള്ളതും ഇതിൻ്റെ വളരെയേറെ സവിശേഷതയാണ്. അതേപോലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 5 ലക്ഷത്തിൻ്റെ ഒരു ഇൻഷുറൻസ് പദ്ധതിയാണിത് ഫസ്റ്റിൽ നമുക്ക് ഈ ഒരു വർഷ കാലാവധിയിൽ അനുവദിക്കുന്നത്. 5 ലക്ഷം വരെയുള്ള ചികിത്സകൾ, അതും ക്യാഷ്ലെസ് ആണ്. കേരളത്തിൽ ഏകദേശം 415ഓളം ഹോസ്പിറ്റലുകളുമായി ടൈപ്പായി കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഇനി മറ്റ് കൂടുതൽ ഹോസ്പിറ്റലുകൾ ബാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പം അത്രയും ഹോസ്പിറ്റലിൽ നമുക്ക് ക്യാഷ്ലെസ് ആയി തന്നെ ഒരു ചികിത്സ കിട്ടും. മാത്രമല്ല അപകടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ തന്നെ അതിന് 10 ലക്ഷത്തിൻ്റെയും കൂടിയാണ് ഈ ഒരു ഇൻഷുറൻസിൽ കവറേജ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഇത്തരം ഒരു അസുലഭ നിമിഷങ്ങൾ, അസുലഭമായിട്ടുള്ള ഒരു ചാൻസ്, അവസരം എല്ലാ പ്രവാസികളും ഉപകാരപ്പെടുത്തണം, അതല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയാനുള്ളത്. ആരും തന്നെ ഇതിൽ നിന്ന് വഴിതെറ്റി അല്ലെങ്കിൽ അത് ഇതിനെ കൊണ്ട് കാര്യമില്ല എന്നൊരിക്കലും തന്നെ ചിന്തിക്കരുത്. ഇങ്ങനെ ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റൊരു കാര്യം, ഇത് അംഗമാകാൻ നമ്മൾ എന്ത് വേണം എന്നും കൂടി പറഞ്ഞു. അതായത് നമുക്ക് ഇതിൻ്റെ ഒരു നോർക്ക കാർഡ് വേണം. അതിനുശേഷം സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 22 വരെ നിലവിൽ ഈ നോർക്ക കാർഡ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവസരം വരും. അതിനുശേഷം കാർഡില്ലാത്തവർക്ക് തന്നെയും പുതിയ കാർഡ് എടുക്കുന്നവർക്ക് തന്നെയുമായിട്ടാണ് അതിനുശേഷമുള്ള ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക. നിലവിൽ കാർഡുള്ളവർക്ക് മാത്രമേ ഈ സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 22 വരെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലാണ് അവർക്കൊക്കെയുള്ള അവസരം. പിന്നീട് അതിനുള്ളൊരു അവസരം കൂടി ഉണ്ടാവില്ല എന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. അതായത് നിലവിൽ കാർഡ് എടുത്തവർക്ക് ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബറിൻ്റെ ഉള്ളിൽ തന്നെ ഇൻഷുറൻസിലേക്ക് അംഗമാകണമെന്നും അതിനുശേഷം അവർക്ക് അതിനുള്ള ചാൻസ് ഇല്ല എന്നുമാണ് അറിയുന്നത്. അതിനുശേഷം പുതുതായിട്ട് ഈ കാർഡ് എടുക്കുന്നവർക്കാണ് അവസരം ഉണ്ടാവുക. മാത്രമല്ല ഇതിൻ്റെ ഒരു പോളിസി നിലവിൽ വരുന്നത് നവംബർ മുതലാണ് ഇത് ഹാൻഡ് ഓവറായിട്ട് വരുന്നതെന്നും കൂടി നമ്മുടെ ഇതിൻ്റെ ഔദ്യോഗികമായിട്ട് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ വളരെയേറെ ഒരു ഉപകാരപ്രദമായ ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. വലിയ ഒരു എമൗണ്ടൊന്നും തന്നെ വരുന്നില്ല. ഏകദേശം അവർ അറിയിച്ചത് പ്രകാരം ഒരു വർഷത്തേക്ക് 5 ലാഖിന് ഏകദേശം 13,000 സംതിങ് മാത്രമേ ഇതിനുള്ളൂ. അതും ഫാമിലിയാണ്. 2 മക്കളും ഒരു ഭാര്യയും ഭർത്താവും അടങ്ങുന്ന ഫാമിലിക്കാണ് ഇത്രയും 5 ലാഖിൻ്റെ വളരെ ചെറിയ ഒരു പ്രീമിയം ഉള്ളത്. മാത്രമല്ല ഫാമിലി വേണ്ട, ഞങ്ങൾ ഫാമിലിക്ക് നാട്ടിൽ വേറെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, അപ്പം നമുക്ക് ഇൻഡിവിജ്വലായിട്ട് മാത്രം മതി, ഒരാൾക്ക് മാത്രം മതി എന്നെങ്കിൽ വെറും 8,000 സംതിങ് മാത്രമേ ഈ ഒരു ഇൻഷുറൻസിലേക്കുള്ള ഒരു പ്രീമിയമുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് ഓർമ്മിക്കണം. കാരണം പ്രവാസത്തിൻ്റെ ജീവിതത്തിൻ്റെ ഇടയിലും ജോലി തിരക്കുകളും മറ്റ് ബിസിനസ് തിരക്കുകളും ഒരുപാട് തിരക്കും പ്രാധാന്യമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമുക്കൊക്കെ ഭാവിയിൽ എങ്ങനെയായാലും നമ്മളൊക്കെ നാട്ടിൽ തിരിച്ചെത്തും. അപ്പം ഏത് രീതിയിലാണ് എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും മാർഗമൊന്നും തന്നെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ നല്ല സാമ്പത്തികമുള്ളവർ ചിലപ്പോൾ സാമ്പത്തികം ഇല്ലാതാവും, നല്ല ജോലിയുള്ളവർ ജോലി ഇല്ലാതാകും, അങ്ങനെയൊക്കെ ഉണ്ടാകും. പല തീരെ ഉള്ളവർ വലുതാവും. അപ്പോൾ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമായിക്കൊണ്ട് നമ്മുടെ പ്രവാസികളാണ്, നമ്മൾ ഒക്കെ പൈസയാണ് ഇതൊക്കെ ചെലവഴിക്കുന്നത് എന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ അത് നമ്മൾ ഉപയോഗിച്ചിട്ടെങ്കിൽ മാത്രമേ നമുക്കൊക്കെ അതിനുള്ളൊരു മൂല്യമുള്ളൂ എന്നുകൂടി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. താങ്ക് യു.